സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് താരമായിട്ടുള്ള അഖിൽ കോട്ടാത്തല വാണും പിന്നെ റോബിൻ എന്ന് പറയുന്ന മരമണ്ടൻ്റെയും ട്രോൾ വീഡിയോകൾ കണ്ട് സത്യം പറയാൻ കേരളത്തിലെ ജനങ്ങൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവന്മാർ രണ്ടുപേരും ഈ സംഘപരിവാറിന്റെ ഭാഗമായപ്പോൾ തന്നെ ലവന്മാരുടെ തലയുടെ ഫിലമെന്റ് അടിച്ചുപോയി. പിന്നെ തലച്ചോറിന്റെ ഭാഗത്ത് ചാണകമാണ് കുത്തിത്തിരികി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ച് ലവന്മാർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അഖിൽ കോട്ടാത്തല എന്ന് പറയുന്ന ഈ മരവാണം ഒരു സിനിമയിൽ അഭിനയിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, മുള്ളംകൊല്ലി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് അവൻ പോലും ഫുള്ളായിട്ട് തിയേറ്ററിൽ ഇരുന്ന് കണ്ടില്ല എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചതോടുകൂടി ഇവനെന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പൃഥ്വിരാജിനെയൊക്കെ ഊക്കാൻ വേണ്ടി ഇവൻ വന്നിരുന്നു. പക്ഷേ ജനങ്ങൾ ഇവനിപ്പോൾ ഊക്കി ഭിത്തിയിൽ തേച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കിടിലൻ ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാണാതെ പോരുത്, ചിരിക്കൂ, ആസ്വദിക്കൂ, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കൂ. നമുക്ക് നേരെ അഖിൽ കോട്ടാത്തല എന്ന് പറഞ്ഞ ഈ ചാണക പൊട്ടത്തലേൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. നിങ്ങൾക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. പിന്നെ ഇതിന്റെ സംവിധായകൻ അഖിൽ കോട്ടാത്തല. കോട്ടാത്തല എന്നായിരുന്നു ആദ്യത്തെ പേര്. ഇന്നിവിടെ വന്നപ്പോഴാണ് മാരാറായി മാറിയത്. അല്ല, നീ എങ്ങനെ അറിഞ്ഞു? ഇയാള് കുഴപ്പമാക്കോ? നല്ല എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. എല്ലാ പാർട്ടിയിലും വർക്ക് ചെയ്ത ഒരാളാണ്. അത് തന്നെ ഞാനും പറയണേ. ഞാനും ആരുടെ അല്ല എന്ന് വെച്ചാൽ എല്ലാവരുടെയാണ്. അത് ആദ്യം കോൺഗ്രസിലായിരുന്നു, പിന്നെ കമ്മ്യൂണിസ്റ്റായി, അവസാനം BJP ആയി. അമ്മക്ക് ഇപ്പൊ ഇടത് മാത്രമേ പറ്റുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. അവിടെ പോയിരുന്നു ഇവിടെ പോയിരുന്നു വെറുതെ. അത് പിന്നെ പാർട്ടി ബേസിൽ ഞാനും വിളക്കൂതി വാസുവൊക്കെ എന്താ അങ്ങേരുടെ ഒപ്പമാണ്. ഇനിയും പാടി എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഷ്ടം. അത് ആദ്യം കോൺഗ്രസിലായിരുന്നു, പിന്നെ കമ്മ്യൂണിസ്റ്റായി, അവസാനം BJP ആയി. VD സതീശൻ രാവിലെ പറയുന്നതാണോ വൈകിട്ട് പറയുന്നത്? പിണറായി വിജയൻ ഇന്ന് പറയുന്നതാണോ നാളെ പറയുന്നത്? പിന്നെന്താ എനിക്ക് പറ്റിച്ചാലും അവസാനം എല്ലാത്തിലും പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് അതിന്റെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് വ്യക്തമാണ്. ആക്കിയതാണല്ലേ ഞാൻ ഊഹിച്ചു. നമുക്കും ഗുണകരമാകട്ടെ, അതിലെ നല്ല ആക്ഷേപഹാസ്യങ്ങൾ നമുക്കും കാണാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. എല്ലാവർക്കും എന്നെ ഭയങ്കര പേടിയാ, പിന്നെ പ്രേക്ഷകർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ബ്രില്യന്റ് ആയതുകൊണ്ടാവാം. ഉമ്മാർക്ക് ആകെ അറിയാവുന്ന അഖിൽമാരെ മാത്രമാവും. അതുകൊണ്ടാണ് ഉമ്മാർക്ക് തോന്നുന്നത്, അയ്യോ അഖിലേട്ടൻ അങ്ങനെ പറഞ്ഞത് ഇന്നൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ. അവന്മാര് പറയട്ടെന്നേ. മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലെറിയൂ. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതുപോലെ സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് അങ്ങേറ്റം ആശംസിക്കുന്നു. അഖിൽ കോട്ടാത്തല, അഖിൽ മാര. അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലേടാ. എനിക്ക് അവന്മാര് സാറിന് താങ്ങിയത് പോലെ തോന്നി. അല്ല, ബഹുമാനം കൂടിയിട്ടുണ്ട്. എങ്കിൽ കൂടി കാണും. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. കൊടുക്കണമെങ്കിൽ ഇതെങ്ങനെ വേണം അസ്ഥാനത്ത് കൊടുക്കാൻ. തീർന്നിട്ടില്ല കേട്ടാ. നമ്മുടെ മറ്റവനില്ലേ, റോബിൻ എന്ന് പറയുന്ന സാധനം, അവനിപ്പം കുണ്ടറ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടോ കൂടെ ഒന്ന് കണ്ടു. സപ്പോർട്ട് ചെയ്യാ, സ്നേഹത്തോടെ വോട്ട് ചെയ്യല്ലോ. ഇപ്പം കൊണ്ടുവരണ്ട് തല എവിടെ പറഞ്ഞ കുണ്ടന്നൂർ. ഇപ്പം കൊണ്ടുവരണ്ട് അറക്കലേ വീട് അറക്കലേ വീട് പോയിട്ട് വരാമേ. സുന്ദര, ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി. ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ടിലൂറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമമില്ലടാ. എന്ത് ഉള്ളല്ലേ വന്നവൻ ചെറിയ പിള്ളേരെ വരെ പറ്റിക്കാൻ തുടങ്ങി. ഇതിനെ വല്ല മയക്കുമരുന്ന് കുത്തി വെച്ച് കാലാകാലത്തേക്കൊന്ന് മയക്കി കിടത്താൻ പറ്റുമോ? ഇവരെ കൊണ്ട് ഞാൻ തോറ്റ്. അരിസസും വാദവും കാറ്ററാക്റ്റും ഈ വയസ്സാൻ കാലത്തല്ല പിണ്ണതയിലും തേച്ച് കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിലങ്ങനെ ഇരുന്നാ പോരെ. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് ചാണക പൊട്ടന്മാരുടെ ഈ പ്രകടനം കണ്ടിട്ട്. ഇപ്പം കുണ്ടറയെന്ന് ഓടിയ ഓട്ടം ഇനി വീട്ടിൽ പോയി നിൽക്കുമെന്നാണ് അറിയുന്നത്. അത് 9-ാം തീയതി കഴിയുന്നതോടുകൂടി ലെവന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിലെ ജനങ്ങൾക്ക് ചിരിക്കാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഈ കോട്ടാത്തലയും ലെവനെ പോലുള്ള ആളുകളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. മുള്ളംകൊല്ലി എന്ന ഒറ്റ സിനിമയിലൂടെയാണ് നമ്മുടെ കോട്ടാത്തല ശ്രദ്ധിക്കപ്പെട്ടത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു മുടഞ്ഞ പ്രോഗ്രാമിനകത്ത് കൂടെ ഒന്നും അല്ല ലവന്മാർ വന്നിരിക്കുന്നത്. ബിഗ് ബോസിൽ 100 ദിവസം എന്നെ കണ്ട് ആസ്വദിച്ചിട്ടുള്ള അമ്മമാർ
എനിക്ക് വോട്ട് ചെയ്യുമെന്ന് കൂടെ നമ്മുടെ ഈ വേട്ടാവളിയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം 9-ാം തീയതി അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.